നമസ്കാരം. ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ 5ാം ഘട്ട വോട്ടെടുപ്പും പൂർത്തിയായതിനു പിന്നാലെ പ്രതിപക്ഷ ഇന്ത്യ സഖ്യത്തെ രൂക്ഷമായി വിമർശിച്ച് തെരഞ്ഞെടുപ്പ് വിദഗ്ധൻ പ്രശാന്ത് കിഷോർ. ബി.ജെ.പി. പ്രതിരോധത്തിലായ പല സമയത്തും പ്രതിപക്ഷം തങ്ങളുടെ അവസരങ്ങൾ നഷ്ടപ്പെടുത്തിയെന്ന് പ്രശാന്ത് കിഷോർ പറഞ്ഞു. 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിലടക്കം ബി.ജെ.പിയെ പരാജയപ്പെടുത്തുകയാണ് സഖ്യത്തിന്റെ ലക്ഷ്യമെന്നാണ് പ്രതിപക്ഷം ചൂണ്ടിക്കാട്ടിയതെങ്കിലും ഇക്കാര്യം ജനങ്ങളെ ബോധിപ്പിക്കാൻ അവർക്ക് സാധിച്ചിട്ടില്ല. സഖ്യത്തിനുള്ളിലെ പാർട്ടികൾ പോലും പരസ്പരം പോരടിക്കുന്ന കാഴ്ചകളാണ് കാണാൻ സാധിക്കുന്നത്. അയോധ്യ രാമക്ഷേത്ര നിർമ്മാണം ഇതിൽ പ്രധാനപ്പെട്ടതായിരുന്നു. വിഷയം പ്രധാന ചർച്ചയായപ്പോൾ ഇന്ത്യ സഖ്യം ഒന്നും മിണ്ടാതെ കൈകെട്ടി നിന്നു. ഫെബ്രുവരിയിൽ ഇത് സംബന്ധിച്ച് പ്രതിപക്ഷം ചർച്ചയ്ക്ക് തുടക്കമിടുമ്പോഴും ഏറെ വൈകിപ്പോയിരുന്നുവെന്ന് പ്രശാന്ത് കിഷോർ ചൂണ്ടിക്കാണിച്ചു. അപ്പോഴേക്കും ബി.ജെ.പി. ഏറെ മുന്നോട്ടു പോയിരുന്നു. പ്രധാനമന്ത്രി മുഖമെന്ന നിലയ്ക്ക് ഒരു വ്യക്തിയെ ചൂണ്ടിക്കാണിക്കാൻ ഇന്ത്യ സഖ്യത്തിന് സാധിച്ചിട്ടില്ല. ഇത് ബി.ജെ.പി. പ്രധാന ആയുധമാക്കി. പ്രതിപക്ഷത്തിന് കൃത്യമായ ഉത്തരമുണ്ടായിരുന്നില്ലെന്നും പ്രശാന്ത് കിഷോർ പറഞ്ഞു. സഖ്യത്തിലെ നിർണായക പാർട്ടിയെന്ന് കരുതുന്ന മമതാ ബാനർജി പോലും മത്സരിക്കുന്നത് സ്വന്തമായിട്ടാണ്. കോൺഗ്രസുമായുണ്ടായുള്ള സീറ്റ് തർക്കം പരിഹരിക്കാൻ കഴിഞ്ഞിട്ടില്ല. ഇതോടെയാണ് തൃണമൂലിന് ഒറ്റയ്ക്ക് മത്സരിക്കേണ്ട അവസ്ഥ വന്നതും. ബി.ജെ.പി. ആഗ്രഹിച്ച പോലെ വോട്ട് ബാങ്കിലുള്ള വിള്ളലുണ്ടാക്കാൻ മാത്രമാണ് ഇതുകൊണ്ട് കഴിഞ്ഞതെന്നും പ്രശാന്ത് കിഷോർ പറഞ്ഞു. മോദിയും ബി.ജെ.പിയും അപരാജിതരല്ല. പക്ഷേ ഇന്ത്യ സഖ്യം അവരെ പരാജയപ്പെടുത്താനുള്ള ആയുധം ഉപയോഗിക്കുന്നതിൽ തോറ്റുപോയെന്നും പ്രശാന്ത് കിഷോർ വ്യക്തമാക്കി. 2015-2016 കാലത്തെ വിവിധ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ബി.ജെ.പിയുടെ അവസ്ഥ പരിതാപകരമായിരുന്നു. പല തെരഞ്ഞെടുപ്പുകളിലും പരാജയപ്പെട്ടു. എന്നിട്ട് പോലും പ്രതിപക്ഷത്തിന് തെരഞ്ഞെടുപ്പ് വിജയിക്കാനുള്ള ശരിയായ തന്ത്രങ്ങൾ ഉണ്ടാക്കാൻ സാധിച്ചില്ല. നോട്ട് നിരോധനത്തിന് ശേഷം ബി.ജെ.പിക്കും മോദിക്കുമെതിരെയുള്ള ജനവികാരം ശക്തമായിരുന്നു. 2017 ഗുജറാത്തിൽ പോലും തോൽവിയുടെ വക്കിലെത്തി. പക്ഷേ ഉത്തർപ്രദേശിലടക്കം ബി.ജെ.പിയുടെ വലിയ മുന്നേറ്റം കാണേണ്ടി വന്നു. ഇതിനുശേഷം 2019 നടന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന് വലിയ തിരിച്ചടി നേരിടേണ്ടി വന്നു. 52 സീറ്റ് മാത്രമാണ് നേടാനായതെന്നും പ്രശാന്ത് പറഞ്ഞു. രാജ്യം കോവിഡിന്റെ പിടിയിലകപ്പെട്ടപ്പോൾ എൻ.ഡി.എ സർക്കാരിന്റെ പല തീരുമാനങ്ങളും വലിയ രീതിയിലാണ് വിമർശിക്കപ്പെട്ടത്. പക്ഷേ ഇതൊന്നും ശരിയായ രീതിയിൽ ഉപയോഗിക്കാൻ പ്രതിപക്ഷത്തിന് സാധിച്ചില്ലെന്നും പ്രശാന്ത് കിഷോർ വിമർശിച്ചു. ക്രിക്കറ്റ് കളിയിൽ ഒരു ക്യാച്ച് നഷ്ടപ്പെടുത്തിയാൽ ഒരുപക്ഷെ ആ ബാറ്റർ സെഞ്ചുറി അടിച്ചേക്കാം, പ്രത്യേകിച്ചും അയാൾ ഒരു നല്ല ബാറ്റർ കൂടിയാകുമ്പോൾ. സമാന അവസ്ഥയാണ് കോൺഗ്രസിനെന്നും പ്രശാന്ത് കിഷോർ കൂട്ടിച്ചേർത്തു. വളരെ രീതിയിൽ ബി.ജെ.പിയെ വിമർശിക്കപ്പെടുന്ന പല അവസരങ്ങളും വന്നു ചേർന്നിരുന്നു. പക്ഷേ ആ സമയത്തൊന്നും പ്രതിപക്ഷം അതിനെ വേണ്ട രീതിയിൽ കണ്ടില്ല. അതുകൊണ്ട് തന്നെയാണ് പല അവസരങ്ങളും ഇപ്പോൾ കോൺഗ്രസിന് നഷ്ടമായിക്കൊണ്ടിരിക്കുന്നത്. പല തീരുമാനങ്ങളും വലിയ രീതിയിൽ തന്നെ വിമർശിക്കപ്പെട്ടിരുന്നു. ഇതൊന്നും ശരിയായ രീതിയിൽ ഉപയോഗിക്കാൻ പ്രതിപക്ഷത്തിന് സാധിച്ചിട്ടില്ല. പ്രശാന്ത് കിഷോർ പറഞ്ഞു.